ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. 21-ാം അധ്യായത്തിൽ ചില നിയമങ്ങൾ നമ്മൾ കണ്ടു. മനുഷ്യന് നഷ്ടങ്ങൾ വരുത്തിയാൽ ഒക്കെ എന്ത് ചെയ്യണം, അത് പ്രായശ്ചിത്തമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ പോലെ സമൂഹത്തിൽ മറ്റ് വ്യവസ്ഥകളോ നിയമങ്ങളോ ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്ത് യഹോവയായ ദൈവം മോശയോട് പറയുന്നതനുസരിച്ച് ചില കാര്യങ്ങൾ മോശ അവിടുത്തെ ആ സാമൂഹികമായ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവാതെ, ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കാതെ കാര്യങ്ങൾ എങ്ങനെ സുഗമമായി നടക്കണം എന്നതിന് കൊടുക്കുന്ന ചില താൽക്കാലികമായ നിയമങ്ങളാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്കറിയാം, നമ്മുടെ കർത്താവ് പൂർണ്ണമായും ലോകത്തിന് വെളിപ്പെടുകയും പഴയ നിയമത്തിൽ ഭാഗികമായതിനെ പൂർണ്ണതയിൽ താൻ ആളുകൾക്കത് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പഴയ നിയമത്തിൽ ഇതിൻ്റെ ദൈവികമായ നിയമത്തിൻ്റെ അന്തസ്സത്ത പൂർണ്ണമായി മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അപാകത പഴയ നിയമത്തിലുണ്ട്. അതിൻ്റേതായ ചില പ്രശ്നങ്ങളാണ് നമ്മൾ പലപ്പോഴും ഈ പഴയ നിയമത്തിൽ കാണുന്നത്. നമ്മളിന്ന് ജീവിക്കുന്നത് പഴയ നിയമം അനുസരിച്ചല്ല, പുതിയ നിയമം അനുസരിച്ചാണെന്ന് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഇപ്പോൾ കൊടുക്കുന്ന താൽക്കാലികമായ നിയമങ്ങളുടെയൊക്കെ പൂർണ്ണത, അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം വലിയ സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം അവരെ മോഷ്ടിക്കുവാനോ അവരെ നഷ്ടം വരുത്തുവാനോ സാധിക്കത്തില്ല. തനിക്ക് നഷ്ടം വന്നാലും അവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അന്ന് താൽക്കാലികമായി ലഭിച്ച ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഓർക്കുക. അപ്പോൾ 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഇതിൻ്റെ കാളയോ അല്ലെങ്കിൽ ആടിനെയോ മോഷ്ടിച്ചാൽ കാളയെ മോഷ്ടിക്കുന്നവൻ 5 ഇരട്ടി, ആടിനെ മോഷ്ടിക്കുന്നവൻ 4 ഇരട്ടിയൊക്കെ അവന് തിരികെ കൊടുക്കണമെന്ന് നമ്മൾ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവനുണ്ടായ ആ നഷ്ടത്തെക്കാൾ ഉപരി അവനുണ്ടായ മാനസിക സംഘർഷത്തിനൂടെ നീ പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ളതാണ്. 5 ഇരട്ടി 4 ഇരട്ടിയൊക്കെ അവന് തിരിച്ചു കൊടുക്കാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. അതുപോലെ ആരെങ്കിലും ആരുടെയെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും അവന് തിരിച്ചു കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. കാരണം 10 കൽപ്പനയിൽ മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ അവരുടെ അധ്വാന ഫലം അത് നമ്മൾ അധ്വാനിക്കാതെ എടുത്ത് അനുഭവിക്കുക എന്നുള്ളത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമ്മളിത് പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമുക്കറിയാം. അല്ലെങ്കിൽ അവിടെ ഇത് കൃഷി സംബന്ധം അന്നത്തെ പ്രധാനപ്പെട്ട തൊഴിൽ നമുക്കറിയാം. ആടുമാടുകളെ മേയ്ക്കുക, അല്ലെ കന്നുകാലികളും ഇത് കൃഷിയുമൊക്കെയാണ് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ടതായ തൊഴിലുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു കാരണവശാലും മറ്റൊരുവനെ നഷ്ടം വരുത്താൻ പാടില്ല എന്നുള്ളതാണ്. ഒരുവൻ്റെ വസ്തുവകൾ സൂക്ഷിക്കാൻ ഒരാളെ ഏൽപ്പിച്ചാൽ അത് അവന് കളവ് പോയാൽ അങ്ങനെ കളവ് പോയതാണെങ്കിൽ അത് ദൈവത്തെ കൊണ്ട് അത് സത്യം ചെയ്ത് പറയണം അങ്ങനെ കളവ് പോയതാണെന്ന്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഒന്നിനെയും കൊണ്ടും സത്യം ചെയ്യരുതെന്നാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. സ്വർഗത്തെ കൊണ്ടരുത്, ഭൂമിയെ കൊണ്ടരുത്. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം. അതുകൊണ്ട് നീ ഉവെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. അതിനപ്പുറം ദുഷ്ടനിൽ നിന്ന് വരുന്നുവെന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ദൈവത്തെ കൊണ്ട് നമ്മൾ ശപഥം ചെയ്യുമ്പോൾ ദൈവനാമം എടുക്കുന്നതിന് അത് തുല്യമാണ്. പക്ഷെ പഴയ നിയമത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അതിൻ്റെ ആന്തരികമായ മർമ്മങ്ങളെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ അന്ന് സാധിക്കാത്തതിനാൽ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ പറയുന്നത് നമ്മൾ ഓർക്കുക. ഇനി അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നത്. ഇവിടെയും നമ്മൾ വാങ്ങുന്നതാണ്. അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു കന്യകയെ വശീകരിച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൾക്ക് സ്ത്രീധനം കൊടുത്ത് നീ അവളെ വിവാഹം കഴിക്കണം. അന്ന് പുരുഷൻ സ്ത്രീക്ക് അങ്ങോട്ടാണ് ധനം കൊടുക്കുക. ഇന്നും ആ നാടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലാണത് ഇപ്പോൾ നേരെ തിരിച്ച് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ അവളെ ഒരു കന്യകയെ നീ അവളെ വശീകരിച്ച്
അവളുമായി ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നാൽ അവളെ ഭാര്യയായിട്ട് നീ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം അവളെ വിധവയായി അല്ലെങ്കിൽ അവളെ അനാഥയായി വിട്ടയക്കാൻ ആയിട്ട് പാടില്ല എന്നുള്ള അതിശക്തമായൊരു നിയമം ഇവിടെ നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവളുടെ അപ്പൻ എന്നാൽ അവളെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ അത് മനസ്സില്ല എങ്കിൽ അതിന് തക്കതായ ആ പ്രായശ്ചിത്ത തുക അവൾക്ക് കൊടുക്കുക, നീ അതിനുള്ള പരിഹാരം കാണേണ്ടതാണ്. 18-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ക്ഷുദ്രം ചെയ്യുന്നവരെ കൊന്നുകളയണമെന്നാണ്. അത് പൈശാചിക ശക്തിയാലാണല്ലോ ക്ഷുദ്രപ്രയോഗം ഇവിടെ ചെയ്യുന്നത്. ദൈവികമായ ഒരു കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതായ സമൂഹത്തിനും ജനത്തിനും അപ്രകാരം ചെയ്യാനുള്ള അവകാശമില്ല. കാരണം ദൈവത്തെയും നമുക്ക് അതുപോലെ തന്നെ പിശാചിനെയും ഒരേ സമയം നമുക്ക് ആരാധിക്കാനാവില്ല എന്നുള്ള സത്യം നമ്മൾ ഓർത്തിരിക്കുക. 19-ാം വാക്യത്തിൽ വായിക്കുന്നു, മൃഗങ്ങളോടുകൂടി സഹിക്കുന്നവൻ അവൻ വധിക്കപ്പെടണം. കാരണം ബെസ്റ്റിയാലിറ്റി എന്നുള്ളത് ഒരു സെക്ഷൽ ഡീവിയേഷനാണ്. അല്ലെങ്കിൽ ജീവജാലങ്ങളുമായി അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളൊക്കെയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ള ലൈംഗികമായ വലിയ വൈകൃതമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം ഇണയായ തുണയായി സ്ത്രീയെ സൃഷ്ടിച്ച് നൽകുന്നതിന് മുൻപായി ദൈവം ശബ്ദം കൊണ്ട് സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെ അവൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തുന്നതും അവയിൽ നിന്ന് ഇണയെ എടുക്കാൻ അവനോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും നമ്മൾ വായിക്കുന്നത് സകല ജീവജാലങ്ങൾക്കും പേരിട്ടെങ്കിലും അവന് തക്കതായ തുണ കണ്ടുകിട്ടിയില്ല എന്ന്. അതിനർത്ഥം ദൈവം അവിടെ അവനെ ബോധവൽക്കരിച്ചതാണ്, ഞാൻ ശബ്ദം കൊണ്ട് സൃഷ്ടിച്ച ഒരു ജീവജാലങ്ങളും നിനക്ക് ജീവിത പങ്കാളിയല്ല, അതുമായിട്ടുള്ള ലൈംഗിക ബന്ധം നിനക്ക് പാടില്ല എന്ന് ഉൽപ്പത്തിയിൽ തന്നെ അതിനുള്ളതായ വിലക്ക് ദൈവം അല്ലെങ്കിൽ ആ ബോധവൽക്കരണം അവിടെ നടത്തി നമ്മൾ കണ്ടതാണ്. എന്നാൽ മനുഷ്യൻ ലൈംഗികമായ വൈകൃതത്തിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ഇപ്രകാരമൊക്കെ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാടില്ലാത്തതാണ്. 21 മുതൽ 24 വരെ വാക്യങ്ങൾ വായിക്കുന്നു, പരദേശിയായിരിക്കുന്നവനെ പീഡിപ്പിക്കുകയോ അവനെ വേദനിപ്പിക്കുകയോ ചെയ്യരുത്, അവന് ഒരിക്കലും ദോഷം ചെയ്യരുത്. കാരണം നിങ്ങളും ഒരു കാലത്ത് പരദേശികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് പരദേശിയായിട്ട് വരുന്നവൻ അവനിവിടെ സ്വന്തമായിട്ടൊന്നുമില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളും ഈ ഭൂമിയിൽ പരദേശികളാണ്. അത് നമ്മളും പരദേശികളായി, കാരണം നമ്മുടെ യഥാർത്ഥ രാജ്യം സ്വർഗരാജ്യം അത് ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുന്നവരാണ്. നമ്മളും പരദേശിയായി ജീവിക്കുന്ന ഈ ഭൂമിയിലെ മറ്റൊരാളെ പീഡിപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ നമുക്ക് അവകാശമില്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അത് ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും ഏത് തലത്തിലായാലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 25-ാം വാക്യത്തിൽ വായിക്കുന്നു, ദരിദ്രന് പണം കൊടുത്താൽ അവനോട് പലിശ വാങ്ങരുത്. ഇന്ന് നമുക്ക് ധാരാളം ആളുകൾ ഈ പലിശയുടെ പേരിൽ എത്രയോ കൊലപാതകങ്ങളും എത്രയോ ആത്മഹത്യകളൊക്കെയാണ് ഇന്ന് ഭൂമിയിൽ ഇപ്പോൾ നടന്നു വരുന്നത്. അത് പാടില്ല. കാരണം ദരിദ്രനും അവൻ നിൻ്റെ സഹോദരനാണ്. ദൈവം കൊടുത്തതായ സമ്പത്ത് ദൈവം എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണല്ലോ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നീ അവനെ സഹായിക്കുകയാണ് വേണ്ടത്. അവനെ പലിശ വാങ്ങി അവനെ നീ ഉപദ്രവിക്കുകയോ അവൻ്റേതൊന്നും നിൻ്റെ സ്വന്തമാക്കുകയോ നീ ചെയ്യരുത്. 26-27 വാക്യങ്ങൾ പറയുന്നു, കൂട്ടുകാരിൽ നിന്ന് പണയമായി അവൻ്റെ വസ്ത്രം വാങ്ങിയാൽ സന്ധ്യയാകുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം. രാത്രിയിൽ അവന് പുതപ്പാൻ മറ്റൊന്നുമില്ല. ആ കാലങ്ങൾ ഇന്നത്തെ പോലെ വസ്തുക്കളില്ലാത്ത കാലത്ത് മനുഷ്യൻ അവൻ്റെ ചെരുപ്പുകൾ വരെയും പണയം വെക്കും, അവൻ്റെ വസ്ത്രങ്ങളൊക്കെ പണയം വെക്കുന്ന രീതി അക്കാലം ഉണ്ടായിരുന്നു. ആമോസ് പ്രവചനത്തിലൊക്കെ നമുക്കിത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആ കാലത്തെ രീതിയാണത്. അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ നീ ഇപ്പം സന്ധ്യ വരെ അവൻ്റെ പുതുവ് വാങ്ങി, സന്ധ്യയാകുമ്പോൾ അവന് പുതയ്ക്കാൻ നീ തിരിച്ചു കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ നീ വാങ്ങി വെച്ചു. കാരണം ആ രാത്രി തണുത്ത് കിടന്നവൻ മരിച്ചു പോകുവാൻ കാരണമാകരുത്. അവൻ്റെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണത്. അത് അവന് മടക്കി കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം. 28-29 വാക്യങ്ങൾ വായിക്കുന്നു, ദൈവത്തെ ദുഷിക്കരുത്, നിൻ്റെ വിളവ് ദ്രാവകവർഗം ഒന്നും ദൈവത്തിന് സമർപ്പിക്കുവാൻ നീ താമസിക്കരുത്. അതുപോലെ നിൻ്റെ പുത്രന്മാരിൽ ആദ്യജാതനെ ദൈവത്തിന് നീ സമർപ്പിക്കണം. അതുപോലെ കാള, ആട് എന്നിവയിൽ ഒക്കെ നിനക്കുണ്ടായാൽ 7 ദിവസം അതിൻ്റെ അമ്മയോടുകൂടി പാർത്തിട്ട് 8-ാം ദിവസം അതിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കണം. 8-ാം ദിവസം പരിച്ഛേദന നടത്തേണ്ട ദിവസമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കേണ്ട ദിവസമായിട്ട് അത് കൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അപ്രകാരമുള്ള അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ അവർ അനുഷ്ഠിക്കേണ്ട ചില നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് മോശെ അവർക്ക് ഇതൊക്കെ അവരെ
അവർക്കത് പറഞ്ഞു കൊടുക്കുന്നതും അവരെ അത് പഠിപ്പിക്കുന്നതും. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യ സ്നേഹ ബന്ധത്തിലും ജീവിക്കണം. അതാണ് 10 കൽപ്പനയുടെ ഉള്ളടക്കം, അതാണ് എന്നുള്ള ഒരു വലിയ ദൂതാണ് ഈ വേദഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നും കർത്താവ് ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്ത് എന്ന് നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക, അതുപോലൊപ്പം തന്നെ മനുഷ്യനെ സ്നേഹിക്കുക. ഒരു വലിയ ബന്ധത്തിൽ ജീവിക്കാൻ തക്കവണ്ണം ഈ വേദഭാഗങ്ങളൊക്കെ നമ്മളെ സഹായിക്കണം. നമ്മൾ മുഖാന്തരം ആർക്കും ദോഷമോ നാശമോ ദുഃഖമോ നഷ്ടമോ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അതിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണമെന്നുള്ളതാണ് ഈ വേദഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന പാഠം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു.